ഇവിടെ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന നിലയിൽ ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നാം സ്വീകരിക്കേണ്ട സമീപനങ്ങളും നിലപാടുകളും എന്ത് എന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ ഭയപ്പെടുകയും അസ്വസ്ഥരാവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അവരല്ലാത്തവരെ മുഴുവൻ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും അവർക്ക് അനുകൂലമാക്കി നിർത്തുക എന്നതാണ്. ആ പേടിപ്പിക്കലിന്റെ ഒട്ടേറെ രൂപങ്ങളിലൊന്നാണ് ഈ പൗരത്വ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് നോക്കി കപിൽ സിബൽ ചോദിച്ചത്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് എന്ന്. ഈ നിയമം നടപ്പിലാക്കി ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ 1-2 കൊല്ലം കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങ് നാടുകടത്തിക്കളയാം എന്ന വിചാരമൊന്നും ഈ ഭരണകൂടത്തിനില്ല. അതല്ലെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിച്ച് അവരെയൊക്കെ തടങ്കൽ പാളയങ്ങളിലേക്ക് തടവുകാരായി ആട്ടിത്തൊളിച്ചു കൊണ്ടുപോകാം എന്ന മിഥ്യാധാരണയും ഭരണകൂടത്തിനില്ല. ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഭയപ്പെടുത്തലും കീഴൊതുക്കലുമാണ്. അതോടൊപ്പം തന്നെ ഇത്തരമൊരു ഭരണകൂടത്തിന് ആ ഭരണകൂടം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സൈദ്ധാന്തിക അടിത്തറകൾ പണിതു നൽകിയ ആളുകൾ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിനെ ശത്രുക്കളായി കാണണം, ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ ശത്രുക്കളായി എന്നത് ഭാരതീയ ജനതാ പാർട്ടിയെയും അതേപോലെ രാഷ്ട്രീയ സ്വയംസേവക് സംഘിനെയും അതുപോലുള്ള സംഘപരിവാരങ്ങളെയും അവർക്ക് ആദർശപരമായ ആശയപരമായ അടിത്തറ പണിതു നൽകിയ ഗുരുജി ഗോൾവാൾക്കറെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി പേടിപ്പിക്കുകയും നിലക്ക് നിർത്തുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളെയാണ് എന്നിവർക്കറിയാം. ഇവിടെ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഫാസിസത്തിന് മുസ്ലിങ്ങളോട് ഇത്രമാത്രം ശത്രുത എന്നതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ലോകത്തെ മനുഷ്യരെല്ലാവരും ഏകനായ രക്ഷിതാവിന്റെ സൃഷ്ടികളാണെന്നും ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നും എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുമുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തേക്ക് ആര്യന്മാരുടെ കടന്നുകയറ്റമുണ്ടായതോടുകൂടി ഇവിടെ നഷ്ടപ്പെട്ട ഒരു മാനവികതയുണ്ട്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികളെ കാടുകളിലേക്ക് ആട്ടിയോടിക്കുകയും അവർക്ക് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് നടന്ന ആര്യന്മാരുടെ അധിനിവേശം,
ആ അധിനിവേശമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയത്. ആ മാറ്റിയെഴുതിയ ചരിത്രത്തിനിടയിലേക്കാണ് ഇസ്ലാം പിന്നീട് കടന്നു വരുന്നത്. ഈ സമൂഹം മനുഷ്യരായി പരിഗണിക്കപ്പെട്ടിരുന്നത് സവർണരെ മാത്രമായിരുന്നു. നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കുമാരനാശാന്റെ കവിത നമുക്കെല്ലാവർക്കും അറിയാം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് കുമാരനാശാൻ പാടിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല. കുമാരനാശാൻ ജീവിച്ച കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പോലും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. കുമാരനാശാന് മുമ്പ് അംബേദ്കർ പറഞ്ഞതും അത് തന്നെയാണ്. പൊതുവഴിയിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു രാജ്യം, ദലിതുകളായ ആളുകൾ റോഡിലൂടെ പൊതുസ്ഥലങ്ങളിലൂടെ നടന്നുപോയി ഏതെങ്കിലും നിമിഷത്തിൽ അവിടെയെങ്ങാൻ തുപ്പിപ്പോയാൽ അത് ഉന്നത ജാതിക്കാരായ ആളുകൾക്ക് അയിത്തമായി മാറും എന്നതുകൊണ്ട് അവരുടെ കഴുത്തിൽ ചിരട്ട കെട്ടിത്തൂക്കിയിരുന്ന രാജ്യം, ആ ദലിതുകൾ നടന്നു പോകുന്ന വഴിയിലൂടെ ഉന്നത ജാതിക്കാർക്ക് നടന്നു പോകാൻ, അവരുടെ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി അവരുടെ പുറകിൽ ചൂലുകൾ കെട്ടിവെച്ചിരുന്ന ഒരു രാജ്യം ഇന്നും ഉത്തരേന്ത്യൻ തെരുവുകളിലെ പൊതുകിണറ്റുകളിൽ നിന്ന് കുടിവെള്ളം എടുത്തതിന്റെ പേരിൽ തെരുവുകളിലൂടെ വലിച്ചടയ്ക്കപ്പെടുന്ന പാവപ്പെട്ട ദലിത് അമ്മമാരുടെ ചിത്രങ്ങൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ രാജ്യത്തേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധകന്മാർ വിളിച്ചു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇസ്ലാമിന്റെ ഈ മാനവിക സങ്കല്പം, മനുഷ്യരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഈ യഥാർത്ഥ ചിന്ത, മനുഷ്യരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് ഒരിക്കലും സവർണ ഫാസിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന, അവരുടെ ചിന്തയെ നിയന്ത്രിച്ചിരുന്ന, അവരുടെ കൈകാലുകൾ ചങ്ങലക്കിട്ടിരുന്ന ഈ രാജ്യത്തെ മേലാളന്മാരായ ആളുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ഇസ്ലാമിന്റെ ഈ മാനവിക സങ്കല്പം. ജനനത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ചവർ, തൊഴിലുകളുടെ പേരിൽ ജനങ്ങളെ വേർതിരിച്ചവർ, കുലത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉന്നതരും അതേപോലെ തന്നെ അധമരുമായി തിരിച്ചവർ, ഓരോരുത്തർക്കും അവരവരുടേതായ കുലത്തൊഴിലുകൾ നിശ്ചയിച്ചു നൽകിയവർ, അവരുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, മനുഷ്യർക്കിടയിൽ വ്യത്യാസമുണ്ട്, ഭാഷാ വൈവിധ്യമുണ്ട്, അതേപോലെ തന്നെ ശരീരത്തിന്റെ ആകൃതികളിൽ വൈവിധ്യമുണ്ട്, നിറങ്ങളിൽ വൈവിധ്യമുണ്ട്, ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ വൈവിധ്യമുണ്ട്, വസ്ത്രധാരണ രീതികളിൽ വൈവിധ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവരാണ് മനുഷ്യർ. ആ വൈവിധ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പരസ്പരം പെരുമ നടിക്കാൻ വേണ്ടിയല്ല, ആ വൈവിധ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പരസ്പരം പോരടിക്കാൻ വേണ്ടിയല്ല, ആ വൈവിധ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ആരെയെങ്കിലും അടക്കി ഭരിക്കുവാനും കീഴടക്കുവാനും വേണ്ടിയുള്ളതല്ല. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ വൈവിധ്യങ്ങൾ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ വൈജാത്യങ്ങൾ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ വ്യത്യസ്തതകൾ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഈ മാനവിക സങ്കല്പമാണ് പലരെയും അസ്വസ്ഥരാക്കിയത്. ഇസ്ലാം പറഞ്ഞ ഈ മാനവിക സങ്കല്പമാണ്. നോക്കൂ നിങ്ങൾ,
ഈ മനുഷ്യരെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് കേട്ടു ആളുകൾ. ഇത് കേട്ടവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം അംഗീകരിക്കാൻ അവർ തയ്യാറായി. ആ തയ്യാറാവലുകളുടെ തുടർന്നുണ്ടായ മാറ്റം എന്താണ്? ഇന്നലെ വരെ ദലിതായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവൻ ഇന്ന് മുസ്ലിമാകുന്നു എന്ന് വിചാരിക്കുക. ഇന്നലെ അവൻ ഒരു ഉന്നത ജാതിക്കാരന്റെ വീട്ടിലേക്ക് തൊഴിലാളിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നു ചെന്നാൽ ആ വീട്ടുമുറ്റത്ത് ഒരു മൂലയിൽ കുഴിച്ചു വെച്ച കുഴിയുണ്ട്. അവന്റെ പ്രപിതാമഹന്മാരുടെ കാലം മുതൽ കുഴിച്ചു വെച്ച കുഴിയാണത്. അവന്റെ അച്ഛൻ കുടിച്ചത് ആ കുഴിയിൽ നിന്നാണ്. ആ കുഴിയിൽ ഇലവിരിച്ച് അതിലൊഴിച്ചു കൊടുക്കുന്ന കഞ്ഞിയാണ് മറ്റൊരില കൊണ്ട് കുമ്പിളുണ്ടാക്കി അവൻ കുടിച്ചത്. അവന്റെ അച്ഛൻ കുടിച്ചതാണ്, അവന്റെ പിതാമഹൻ കുടിച്ചതാണ്. നൂറ്റാണ്ടുകളായി അവരെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരെ അങ്ങനെയാണ് കഞ്ഞി കുടിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിമായി കടന്നു ചെന്നാൽ അവന് പാത്രത്തിൽ കഞ്ഞി കെട്ടുന്നു, പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ കഴിയുന്നു. ഇന്നലെ വരെ കുടിച്ച ആ കുഴിയിൽ പോയി കഞ്ഞി കുടിക്കേണ്ടതില്ല. ഇന്നലെ അവൻ ഒരു പൊതുവഴിയിലൂടെ നടന്നു പോകുമ്പോ എതിർഭാഗത്ത് നിന്ന് ഉന്നത ജാതിക്കാരൻ കടന്നു വരികയാണെങ്കിൽ ആ മഞ്ചലിന്റെ മുന്നിൽ നടന്നു വന്നിരുന്ന അമാരന്മാർ അവനെ തൊഴിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുമായിരുന്നു. തിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ അടിച്ചൊതുക്കുമായിരുന്നു. എന്നാൽ ഇന്നവൻ മുസ്ലിമായാലോ ആ വഴിയിലൂടെ, പൊതുവഴിയിലൂടെ അവന് നടന്നു പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇത് കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ അംബേദ്കർക്ക് വരെ പറയേണ്ടി വന്നത്. ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല. അംബേദ്കർക്ക് വരെ ഈ രാജ്യത്തെ സവർണ മേധാവികളെ നോക്കി പറയേണ്ടി വന്നു, നിങ്ങൾ ഇനിയും ഈ അതിക്രമം ഈ സമുദായത്തോട് തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ദലിതുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു പോകും എന്ന് അംബേദ്കർക്ക് പോലും പറയേണ്ടി വന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒരു ആദർശത്തോട്, ഈ ഒരു വിശ്വാസത്തോടുള്ള എതിർപ്പാണ്. അത് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും, അത് അവസാനിക്കുകയില്ല. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയാത്തവരില്ല. 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ പറ്റി ഒരെതിരഭിപ്രായവും ഒരാൾക്കുമില്ലാത്തതുപോലെ 40 വയസ്സിന് ശേഷവും ആ മക്കയിൽ ജീവിച്ച ഒരാൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വ്യക്തിപരമായി എന്തെങ്കിലും അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നോ? 40 വയസ്സ് വരെ സത്യസന്ധത കാണിച്ച മുഹമ്മദ് നബിയായി മാറിയതിനു ശേഷം കളവിന്റെയും അസത്യത്തിന്റെയും വക്താവായി മാറിയിരിക്കുന്നു എന്ന് മക്കയിലെ ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസി പരാതി പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? 40 വയസ്സ് വരെ സ്ത്രീകളോടും വൃദ്ധരോടും കുഞ്ഞുങ്ങളോടും സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ പെരുമാറിയ മുഹമ്മദ് 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷം ഇതാ അവരോടൊക്കെ പൈശാചികമായി പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അബൂജഹൽ പരാതി പറഞ്ഞത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? 40 വയസ്സ് വരെ വിശ്വസ്തതയുടെ, സത്യസന്ധതയുടെ പര്യായമായി ജീവിച്ച മുഹമ്മദ് നബിയായി മാറിയതിനു ശേഷം വഞ്ചനയുടെ, കാപട്യത്തിന്റെ, അനീതിയുടെ, അധർമ്മത്തിന്റെ വക്താവായി മാറിയതാണ് ഞങ്ങൾക്കുള്ള പ്രതിഷേധമെന്ന് ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസി എവിടെയെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ ഇത്രയേറെ വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തു. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വക്താവായി അള്ളാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കപ്പെട്ടു കാർട്ടൂണുകളിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വികൃത കഥാപാത്രങ്ങളായി ലോകത്തിന്റെ കൺമുമ്പിലേക്ക് പകർന്നാടപ്പെട്ടു ടെലിഫിലിമുകളിലൂടെയും സിനിമകളിലൂടെയും.
അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബജീവിതം ഇഴകീറി പരിശോധിക്കുകയും ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ പത്നിമാരെയും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ വലിച്ചു കീറുകയും ചെയ്തു പലപ്പോഴും. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ വിമർശിക്കപ്പെടാനുള്ള കാരണം? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം? വിശുദ്ധ ഖുർആൻ കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തരുന്നു. വലൻ തർല അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർല അൻകൽ യഹൂദു വലൻ നസാറ. ജൂതന്മാരും ക്രിസ്ത്യാനികളും ലോകത്ത് ഇസ്ലാമിനെതിരെ ഈ ഇത്രയും കഠിനമായ രൂപത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതാണ് ചിലപ്പോഴൊക്കെ ഈ കുടുംബജീവിതമൊക്കെ സരസമായി പറയുന്ന നിഷ്കളങ്കതയുടെ പര്യായമെന്ന് നമ്മൾ സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന അച്ഛന്മാരെന്ന് പാവങ്ങളെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ നിന്ന് വൃത്തികെട്ട വാക്കുകൾ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത്. വലൻ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. എത്ര നീല കളറിൽ പൂശിയാലും കുറുക്കന് കൂവാതിരിക്കാനാവില്ല. കുറുക്കന് കൂവാതിരിക്കാനാവില്ല. അതാണ് ഈ വിദ്വേഷം പുറത്തേക്ക് വരുന്നത്. ഇല്ല നബിയെ, യഹൂദികളും നസാറാക്കളും അങ്ങയെക്കുറിച്ച് തൃപ്തിപ്പെടില്ല, ഒരു നല്ല വാക്ക് പറയില്ല. ആ വിരോധം, ആ വിദ്വേഷം, ആ പക അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും. താങ്കൾ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. ആ മില്ലത്താണ് പ്രശ്നം. ആ മില്ലത്താണ് പ്രശ്നം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ശത്രുത വെച്ചു പുലർത്തുന്നത് പലരും എന്ന ചോദ്യത്തിന്റെ ഉത്തരം, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ലോകത്ത് ഇത്രയേറെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ സാന്നിധ്യം പലരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഹത്താ തത്തബിഅ മില്ലതഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ മില്ലത്ത്, ആ മില്ലത്ത് അംഗീകരിക്കുകയും ആ മില്ലത്ത് പിൻപറ്റുകയും ആ മില്ലത്ത് ഇവിടെ പ്രബോധനം നടത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ ശത്രുതയുടെ കാരണം. അത് ആ ശത്രുത മുസ്ലിങ്ങളോട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ ശത്രുത മുസ്ലിങ്ങളിൽ മാത്രം പരിമിതമാകുന്നതല്ല. മറിച്ച് ആരൊക്കെ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നുവോ, ആരൊക്കെ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നുവോ, ആരൊക്കെ മുസ്ലിങ്ങളെ പിന്തുണക്കുന്നുവോ, ആരൊക്കെ മുസ്ലിങ്ങളോടൊപ്പം മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്നുവോ അവരോടുള്ള വിരോധമുണ്ട്, അവരോടുള്ള എതിർപ്പുകളുണ്ട്, അവരോടുള്ള ആക്ഷേപങ്ങളുണ്ട്. നോക്കൂ, 1948 ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചു. ഗാന്ധിജിക്കെതിരെ ഉണ്ടായിരുന്ന ആദ്യത്തെ വധശ്രമമായിരുന്നില്ല അത്. തൊട്ടുമുമ്പ് ജനുവരി 20 അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതേ ആളുകൾ. അതിനു മുമ്പ് 3-4 പ്രാവശ്യം ഗാന്ധിജിയെ പലയിടങ്ങളിൽ വെച്ച്, പൂനെയിൽ വെച്ച് ഇതേ ഗോഡ്സെയുടെ നേതൃത്വത്തിൽ തന്നെ ഗാന്ധിജിയെ കയ്യേറ്റം ചെയ്യാനും വധിക്കാനുമുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഗാന്ധിജിയെ കൊന്നത്? പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ അണിനിരക്കുന്ന മുസ്ലിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്തിനാണ് ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടത്? ഒരേ ഒരു കാരണമാണ് അതിന് പറയാൻ നമുക്കുള്ളത് എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഒരേ ഒരു കാരണമാണ് ഗോഡ്സെക്ക് പറയാനുണ്ടായിരുന്നത്. അത് ഗാന്ധിജി മുസ്ലിങ്ങളോട് അനുകൂല മനസ്ഥിതിയുള്ള ആളാണ് എന്നാണ്. വിചാരണയ്ക്ക് വേണ്ടി ചെങ്കോട്ടയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഗോഡ്സെയോട് ജഡ്ജി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? ഗാന്ധിജിയെ കൊന്നതിന്റെ കാരണമായി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന് ഗോഡ്സെ നൽകിയ മറുപടി,
എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധമായിരുന്നു. പിന്നീട് കോടതിയിൽ നൽകിയ മൊഴി ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾ അത് പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ ഗോഡ്സെയുടെ സഹോദരനായിരുന്ന ഗോപാൽ ഗോഡ്സെ അയാളുടെ പേര് വെച്ചുകൊണ്ട് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ആ പുസ്തകം പുറത്തിറക്കി. ഇന്നും മാർക്കറ്റിൽ ആ പുസ്തകം ലഭ്യമാണ്. എന്തിനാണ് ഞാൻ ഗാന്ധിജിയെ കൊന്നത്, ഗാന്ധിജിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായി 3 ഉത്തരങ്ങളാണ് ഈ ഗോഡ്സെക്ക് പറയാനുണ്ടായിരുന്നത്. 3ഉം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, വിഭജനമുണ്ടായി. വിഭജനത്തിന്റെ ചരിത്രമോ അതിൽ ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്നത് ആരന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന ഏതൊക്കെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർക്ക്, മുസ്ലിം ലീഗിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർക്ക്, ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ആർക്കൊക്കെ അതിൽ പങ്കുണ്ടായിരുന്നു എന്നത് ദീർഘമായി വിശദീകരിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിഭജനം നടന്നു. സ്വാഭാവികമായും ഇരുഭാഗത്തേക്കും പലായനങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങളുടെ പലായനമുണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹിന്ദുക്കളുടെ പലായനമുണ്ടായി. പോകാൻ തയ്യാറാകാത്ത ആളുകളെ, പാകിസ്ഥാനിൽ തന്നെ ജീവിക്കാൻ ശ്രമിച്ച ഹിന്ദുക്കളെ പാകിസ്ഥാനിൽ നിന്ന് പീഡിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവിക്കാൻ ശ്രമിച്ച മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പീഡിപ്പിച്ചു. കൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലും ചോരപ്പുഴയൊഴുകി. ഇന്ത്യ രാജ്യത്ത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അലയടിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ രാജ്വലമാനമായ ചരിത്രമെഴുതിയ മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൽക്കത്തയിലെ നവഖാലിയിലായിരുന്നു. അവിടെ ഈ രാജ്യത്ത് ജനിക്കുകയും ഈ രാജ്യത്ത് ജീവിക്കുകയും ചെയ്ത, ഇനിയും ഈ രാജ്യത്ത് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ ഹിന്ദു മഹാസഭ ആഹ്വാനം ചെയ്ത ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഫലമായി ആട്ടിയോടിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത മുസ്ലിങ്ങളുടെ കണ്ണീരൊപ്പുകയായിരുന്നു ഗാന്ധിജി. ആ ദുർബലനായ മെലിഞ്ഞ മനുഷ്യന് അവസാനം തന്റെ ആയുധം പുറത്തെടുക്കേണ്ടി വന്നു. ഒരായുധം മാത്രമേ ഗാന്ധിജിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അക്കാലം വരെ ലോകത്താർക്കും പരിചയമില്ലാതിരുന്ന ആയുധം, സത്യാഗ്രഹം എന്ന ആയുധം ഗാന്ധിജി പുറത്തെടുത്തു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ മരണം വരെ നിരാഹാരം കിടക്കുകയാണ്. ഇവിടെയുള്ള കലാപം അവസാനിക്കണം. ഇവിടെയുള്ള കലാപം അവസാനിക്കണം. അവസാനം രാഷ്ട്രീയ നേതാക്കന്മാരും മതസംഘടനകളുടെ നേതാക്കന്മാരും മതപണ്ഡിതന്മാരും ഒന്നിച്ചു ചേർന്ന് കലാപങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ധാരണയിലെത്തി. സംഘർഷം അവസാനിച്ചു. ഗാന്ധിജി ഡൽഹിയിലെത്തിയപ്പോ അവിടുത്തെ ചിത്രം അതിനേക്കാൾ വേദനാജനകമായിരുന്നു. നമുക്കറിയാം, ഡൽഹി ഇന്ത്യയുടെ ഒരു കേന്ദ്രമായിരുന്നു എല്ലാ കാലത്തും. ആ ഡൽഹിയിൽ നവഖാലിയിലേതിന് സമാനമായ കലാപങ്ങൾ നടക്കുന്നു. പള്ളികൾ തകർക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ശത്രുതയോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിജി പറഞ്ഞു, ഇത് അവസാനിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, അവിടെ ഉടലെടുത്ത മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുമ്പോ, ബ്രിട്ടീഷ് ഇന്ത്യയാണ് വിഭജിക്കപ്പെടുമ്പോ ഉണ്ടായിരുന്ന ഒരു കരാറാണ് 55 കോടി രൂപ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണം. 55 കോടി രൂപ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണം. വിഭജിക്കപ്പെട്ടതോടുകൂടി നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഹൈദരാബാദ് പിന്നീട് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി. പാക് അധിനിവേശ കാശ്മീരുകൾ ഉണ്ടായി. അപ്പോ സ്വാഭാവികമായും പട്ടേൽ എന്ന ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു, പരസ്യമായി പത്രസമ്മേളനം നടത്തി, കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന ഈ 55 കോടി രൂപ കൊടുക്കില്ല. കാരണം അത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും. പത്രങ്ങളിൽ വാർത്ത വന്നു. പാകിസ്ഥാൻ പ്രതിഷേധിച്ചു. മൗണ്ട് ബാറ്റൺ പ്രതിഷേധിച്ചു.
ഗാന്ധിജി പറഞ്ഞു ആ പട്ടേൽ പറഞ്ഞത് അന്യായമാണ്. പട്ടേൽ പറഞ്ഞത് അന്യായമാണ്. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുമ്പോ പാകിസ്ഥാൻ അങ്ങനെ ഒരു പണം കൊടുക്കുമെന്ന് കരാറിലുണ്ടെങ്കിൽ ആ കരാറ് പൂർത്തീകരിക്കേണ്ട ബാധ്യത ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പട്ടേലിനുണ്ട്, പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിനുണ്ട്. അതുകൊണ്ട് ആ പണം കൊടുക്കണം. തയ്യാറായില്ല. 1948 ജനുവരി 12 ഗാന്ധിജി പ്രഖ്യാപിച്ചു ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ഡൽഹിയിൽ സമാധാനമുണ്ടാകണം, ഡൽഹിയിൽ അക്രമങ്ങൾ അവസാനിക്കണം. രണ്ട്, പാകിസ്ഥാനി പണം കൊടുക്കണം. ഈ രണ്ട് ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അങ്ങ് പൂനെയിൽ സവർക്കറുടെ പിന്തുണയോടുകൂടി അതിനു മുമ്പ് അഗ്രാണി എന്ന് പറയുന്ന പത്രം നടത്തിയിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തെയും സവർക്കറുടെ പിന്തുണയോടുകൂടി പുതിയ ഒരു പത്രം തുടങ്ങിയിരിക്കുന്നു, ഹിന്ദുരാഷ്ട്ര എന്ന പേരിൽ. ആ പത്രത്തിന്റെ ഓഫീസിൽ രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിന്റെ വാർത്തയും ഒപ്പം ഇന്ത്യ രാജ്യം ഈ 55 കോടി രൂപ തിരിച്ച് പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയും ഈ പത്രം ഓഫീസിന്റെ ടെലിപ്രിന്ററിൽ വന്നു വീഴുന്നത്. അവിടെ നിന്ന് ഗോഡ്സെ ആപ്തെയോട് പറഞ്ഞു, ഗാന്ധിജിയെ കൊല്ലണം, ഗാന്ധിജിയെ കൊന്നേ മതിയാവൂ. പല പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചതാണ്, പക്ഷേ ഇനി അത് കൊന്നേ മതിയാവൂ. അന്ന് തുടങ്ങിയ ഗൂഢാലോചനയാണ്. 13-ാം തീയതി തുടങ്ങിയ ഗൂഢാലോചന 20-ാം തീയതി ബിർള മന്ദിറിൽ അവസാനിച്ചു. നാഥുറാം വിനായക് ഗോഡ്സെയും സഹോദരനായ ഗോപാൽ ഗോഡ്സെയും അതേപോലെ തന്നെ നാരായൺ ആപ്തെയും അതേപോലെ ആയുധ കച്ചവടക്കാരനായ ബാഡ്ജയും 6 പേർ ഈ ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ബിർള മന്ദിറിലെത്തി. മദൻലാലിനോടാണ് പറഞ്ഞത്, ആദ്യം നിങ്ങൾ ബോംബെറിഞ്ഞ് ആളുകളെ പേടിപ്പിക്കണം. രണ്ടാമതായി ഗോഡ്സെ കാവൽക്കാരന്റെ റൂമിൽ കയറി വെന്റിലേറ്ററിലൂടെ മറ്റൊരു ബോംബ് പുറത്തേക്കെറിയണം. ബാഡ്ജെ ഗാന്ധിജിയെ നോക്കി വെടിവെക്കണം. ഇതായിരുന്നു തീരുമാനം. മദൻലാൽ ബോംബെറിഞ്ഞു. ആളുകൾ പേടിച്ചു, പരക്കം പായാൻ തുടങ്ങി. പക്ഷേ ഗോപാൽ ഗോഡ്സെക്ക് കാവൽക്കാരന്റെ മുറിയിൽ കയറി വെന്റിലേറ്ററിനുള്ളിലൂടെ ബോംബ് പുറത്തേക്കെറിയാൻ കഴിഞ്ഞില്ല. കാരണം വിചാരിച്ചതിനേക്കാൾ ഉയരത്തിലായിരുന്നു വെന്റിലേറ്റർ. പാളിപ്പോയി, വെടിവെക്കാൻ കഴിഞ്ഞില്ല. മദൻലാലിനെ പോലീസ് പിടികൂടി. അന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഗോഡ്സെ പ്രഖ്യാപിച്ചത്, ഇനി ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ജനുവരി 28-ാം തീയതി ബോംബെയിലൂടെ കറങ്ങിയതിനു ശേഷം വീണ്ടും 28-ാം തീയതി നാഥുറാം വിനായക് ഗോഡ്സെ ഡൽഹിയിലെത്തി. ഗ്വാളിയോറിൽ പോയി ഹിന്ദു മഹാസഭയുടെ സെക്രട്ടറി ആയിരുന്ന പച്ചൈറയുടെ അടുക്കൽ നിന്ന് ബുള്ളറ്റും വെടിയുണ്ടയും അതേപോലെ തന്നെ കൈത്തോക്കും വാങ്ങി. ഡൽഹിയിലെത്തി ബിർള മന്ദിറിന്റെ പുറകിലുള്ള തോട്ടത്തിൽ പോയി ഒരു കരിങ്ങാലി മരത്തിൽ വെടിവെച്ച് പഠിച്ചു. 30-ാം തീയതി 5 മണിക്ക് ബിർള മന്ദിറിലെത്തി. ചരിത്രം പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് അവിടെ. എങ്ങനെ ഗാന്ധിജിയെ വെടിവെക്കാൻ പോകും, നമ്മൾ തിരിച്ചറിയപ്പെട്ടാലോ എന്ന് ചോദിച്ചപ്പോ ഇവര് കണ്ടെത്തിയ ഒരു വഴി, നമുക്ക് മാർക്കറ്റിൽ പോയി ഒരു പർദ്ദ വാങ്ങാം. ഇന്നും ചില ഫാസിസ്റ്റുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനമാണത് എന്ന് നമുക്കറിയാം. ക്ഷേത്രങ്ങളിൽ ബഹളമുണ്ടാക്കാൻ, അതല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പർദ്ദ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ഒരു പർദ്ദ വാങ്ങാം. പർദ്ദ വാങ്ങി, പർദ്ദ ധരിച്ചു. 2 കാര്യങ്ങളുണ്ടതിന്. ഒന്ന്, ആയുധങ്ങൾ ഒളിച്ചു വെക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തേത്, എന്തായാലും ഇങ്ങനെ ഒരു വെടിവെപ്പ് നടക്കുകയും ഗാന്ധിജി മരണപ്പെടുകയും ചെയ്താൽ ആദ്യം പുറത്തേക്ക് പോകുന്ന ഒരു വാർത്ത, ഒരു പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്നായിരിക്കും. ഇന്ത്യ രാജ്യം കത്താൻ ആ ഒരു നിമിഷത്തെ പ്രചാരണം മതി എന്നവർക്കറിയാം. പക്ഷേ പർദ്ദ ധരിച്ച് വെടിവെക്കാൻ നിന്നപ്പോ ഗോഡ്സെക്ക് മനസ്സിലായി, പർദ്ദ ധരിച്ചുകൊണ്ട് വെടിവെക്കാൻ കഴിയില്ല. അങ്ങനെയാണത് മാറ്റിവെച്ചത്. ആ പർദ്ദ ധരിച്ചായിരുന്നു വന്നിരുന്നതെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു.
പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് വന്നു, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. കൊന്നതിന്റെ കാരണം പറഞ്ഞത് ഇതാണ്: ഗാന്ധിജി മുസ്ലിം അനുകൂല മനസ്ഥിതി കാണിക്കുന്നു. ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളോട്, ഇസ്ലാമിനോട് മാത്രമല്ല, മുസ്ലിങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ പോലും ഫാസിസത്തിന്റെ ശത്രുക്കളാണ് എന്നാണ്. അതാണ് പൻസാരെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്, അതാണ് ഗൗരി ലങ്കേഷ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്, അതാണ് സഞ്ജീവ് ഭട്ട് ഇന്നും ജയിലറയിൽ കഴിയേണ്ടി വരുന്നത്, അതാണ് ചന്ദ്രശേഖർ ആസാദിനെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് കണ്ണൻ ഗോപിനാഥനെതിരെ ഫാസിസം മുറഞ്ഞു തുള്ളുന്നത്. ഇന്ത്യ രാജ്യത്ത് ഈ മുസ്ലിം സമൂഹത്തെ അനുകൂലിക്കുന്ന, പിന്നാക്ക ജനവിഭാഗങ്ങളെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെതിരെയൊക്കെ പോരാട്ടം ആവശ്യമാണ് എന്ന സന്ദേശവുമായി ഫാസിസം കടന്നു വരുന്നത് അതുകൊണ്ടാണ്. നോക്കൂ, ചിത്രം മാറ്റാനുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ, ഹിന്ദു സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. കഴിഞ്ഞ 30-ാം തീയതി ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികൾക്ക് നേർ നടന്ന വെടിവെപ്പ് നമുക്കറിയാം. ഇന്നലെ ഷാഹിൻ ബാഗിൽ നടന്ന വെടിവെപ്പിനെ കുറിച്ച് നമുക്കറിയാം. ഇതൊരക്രമത്തിന്റെ, ഇതുവരെ ഇത് സമാധാനത്തിന്റെ സമരമായിരുന്നു. ഈ സമാധാനത്തിന്റെ സമരം എന്നും ഫാസിസത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഗോഡ്സെ പറയുന്നുണ്ട്, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഗോഡ്സെ പറയുന്നുണ്ട്, രാവണനെ കൊന്ന രാമനുണ്ട്, രാവണനെ കൊന്ന രാമനുണ്ട്, ബാലിയെ കൊന്ന രാമനുണ്ട്, അതേപോലെ തന്നെ കംസനെ കൊന്ന കൃഷ്ണനുണ്ട്. എങ്ങനെ യുദ്ധം നയിക്കണമെന്ന് അർജുനന് ഉപദേശം നൽകിയ കൃഷ്ണനുണ്ട്. ആ രാമനെയും ആ കൃഷ്ണനെയും മാറ്റി ഹിന്ദുമതത്തിന് പരിചയമില്ലാത്ത അഹിംസ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചതാണ് ഗാന്ധിജി ചെയ്ത തെറ്റ്. അതാണ് എനിക്ക് ഗാന്ധിജിയോടുള്ള വെറുപ്പ് എന്നാണ്. അഹിംസയിൽ അടിയുറച്ച സമരത്തോട്, സമാധാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സമരത്തോട് എന്നും ഫാസിസത്തിന് വിരോധമായിരുന്നു, വിദ്വേഷമായിരുന്നു എന്നതാണ് അവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം വഴിതിരിച്ചു വിടണം. അതുകൊണ്ട് ഈ സമരം ധ്രുവീകരണത്തിനുള്ള ആയുധമാക്കി മാറ്റണം. അതുകൊണ്ട് ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കണം. ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത്. ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയപ്പെടുത്താനാണ്, പേടിപ്പിക്കാനാണ്. രണ്ട് തരത്തിലുള്ള പേടിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, പുറത്തു നിന്നുള്ള പേടിപ്പിക്കൽ, ഈ പറഞ്ഞ ഫാസിസ്റ്റുകളുടെ പേടിപ്പിക്കൽ. നിങ്ങളുടെ പൗരത്വം ഞങ്ങൾ റദ്ദ് ചെയ്യും, നിങ്ങളെ ഞങ്ങൾ തടങ്കൽ പാളയങ്ങളിലേക്ക് അയക്കും, നിങ്ങളുടെ ഈ രാജ്യത്തെ അവകാശങ്ങളൊക്കെ നിഷേധിക്കും എന്ന തരത്തിൽ ഈ സമൂഹത്തെ പേടിപ്പിക്കൽ. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, ഓരോ ആളും ആലോചിച്ചു നോക്കേണ്ടത്, ഫാസിസത്തിന്റെ ഈ ഭീഷണിക്ക് മുമ്പിൽ നാം പേടിച്ചിട്ടുണ്ടോ എന്നതാണ്. തെരുവുകളിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നത് പ്രതിഷേധമാണോ അതല്ല ഈ ഭയത്തിന്റെ ഫലമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഞാനൊരു അധ്യാപകനാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ക്ലാസ്സിൽ നിന്ന് കുട്ടികളോട് പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് ആ ചർച്ച ചെയ്യുന്നതിനിടയിൽ കുട്ടികളോട് പൗരത്വ നിയമത്തെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. ഒരു മുസ്ലിം കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഞങ്ങളെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നിയമമല്ലേ എന്നാണ്. മറ്റൊരു അധ്യാപകൻ പറഞ്ഞു, ആ നാട്ടിലെ പ്രായമുള്ള രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ചർച്ചയാണ്. ഇത് ചക്കയുടെ കാലമാണല്ലോ, ചക്ക പാകമായോ എന്ന ചർച്ച നടക്കുമ്പോ ഈ ഒരു പാവപ്പെട്ട സ്ത്രീ ചോദിക്കാണത്രേ, ഇതൊക്കെ മൂത്ത് പാകമാകുന്നത് വരെ നമ്മൾ ഇവിടെ ഉണ്ടാകുമോ? ആരാണ് ഈ ഭയം ജനിപ്പിച്ചത്? നിങ്ങൾ ചോദിച്ചു നോക്കുക. നമ്മുടെ സ്ത്രീ സമൂഹം പേടിച്ചിരിക്കുന്നു, അവരെ പേടിപ്പിച്ചിരിക്കുന്നു. രണ്ട് കൂട്ടരാണ് പേടിപ്പിച്ചത്. ഒന്ന് പുറത്തു നിന്നുള്ള പേടിപ്പിക്കൽ, മറ്റൊന്നകത്തു നിന്നുള്ള പേടിപ്പിക്കൽ. പുറത്തു നിന്നുള്ള പേടിപ്പിക്കലിനേക്കാൾ അകത്തു നിന്നുള്ള പേടിപ്പിക്കലിനെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണണം നമ്മൾ. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളും പേടിച്ച് കൗൺസിലിംഗിന് വിധേയരാകേണ്ട അവസ്ഥയിൽ എത്തിച്ചേരും.
എന്തിനാ ഉള്ളിൽ നിന്ന് പേടിപ്പിക്കുന്നത്? ഉള്ളിൽ നിന്ന് പേടിപ്പിച്ചാലേ ഞങ്ങൾക്ക് സംരക്ഷകന്മാരുടെ വേഷം കിട്ടുകയുള്ളൂ, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു 100 പവൻ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അസ്വസ്ഥതയില്ല. 100 പവൻ അവിടെ അലമാറയിലുണ്ട്. അതിന് പുറത്ത് പോകുമ്പോ എന്തെങ്കിലും ഒരു ബേജാറാകും, അതൊന്ന് പൂട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്തു വെക്കും എന്നല്ലാതെ നിങ്ങൾ ആലോചിക്കാറില്ല. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 വീടുകളിൽ ഇന്ന് രാത്രി കള്ളൻ കയറി എന്ന് വിചാരിക്കുക. നാളെ നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാകും. എന്റെ 100 പവൻ സംരക്ഷിക്കണം. ഒന്നുകിൽ ലോക്കറിൽ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ അതിനാവശ്യമായ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കും. നിങ്ങളുടെ വീട്, അതിലിതാ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ കട, ഈ അങ്ങാടിയിൽ ഇതുവരെ CCTV വെച്ചിരുന്നില്ല എങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇതാ കള്ളന്മാരുണ്ട്, കള്ളന്മാരുടെ അതിപ്രസരം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കള്ളന്മാരാണ്, ഇവിടെയും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മളപ്പോ CCTV ഉപയോഗിക്കും, ക്യാമറ വെക്കും, അല്ലെങ്കിൽ ഒരു ഗൂർഖയെ നിർത്തും, അല്ലെങ്കിൽ അതിനാവശ്യമായ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ടാ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത്? നമ്മളുടെ കട കൊള്ളയടിക്കുന്നതിനെ പറ്റി നമ്മൾ ബേജാറായിട്ടില്ല. പേടിയുണ്ടായപ്പോ, ബേജാറുണ്ടായപ്പോഴാണ് നമുക്ക് സംരക്ഷകന്റെ ആവശ്യം വന്നത്. അതുപോലെ ഈ സമുദായത്തെ ഭയപ്പെടുത്തണം. ഈ സമുദായത്തെ പേടിപ്പിച്ച് അരാഷ്ട്രീയ ബോധം ഒരു കാലത്ത് വളർത്തിയ ആളുകൾക്ക് ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് തീവ്രവാദത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും മുഖം മൂടി അണിഞ്ഞ് രംഗത്ത് വരണം. അതിനുവേണ്ടിയാണ് ഈ പേടിപ്പിക്കൽ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഈ ജാതി പേടിപ്പിക്കലും ആളുകളെ ബേജാറാക്കലുമൊന്നും. മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാം അതിന് സ്വീകരിച്ച നിലപാടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പഠിപ്പിച്ച നിലപാടും നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും വന്ന് പേടിപ്പിക്കുമ്പോഴേക്ക് പേടിക്കുകയും വെപ്രാളപ്പെടുകയും ബേജാറാവുകയും ചെയ്യേണ്ടവരല്ല വിശ്വാസികൾ. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. യുദ്ധത്തിന്റെ ഘട്ടങ്ങളിൽ വിശ്വാസികളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നവർ അവർ പറഞ്ഞതെന്താ? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. വിശ്വാസികളോട് വന്നിട്ട് ആളുകൾ പറയാൻ, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. നോക്കൂ, ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സായുധ സജ്ജരായിരിക്കുന്നു. നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ആലോചനകളുമായി ശത്രുക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. ഫഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിച്ചോ, അവരെ നിങ്ങൾ പേടിക്ക് എന്ന് പറഞ്ഞ് ആളുകൾ വരുമ്പോ വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രത്യേകത, വിശ്വാസികളുടെ നിലപാടെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസാദഹും ഈമാനാ. ഫസാദഹും ഈമാനാ. അവർ പേടിക്കല്ല, ബേജാറായല്ല, ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് തെരുവുകളിലേക്ക് പേടിയോടുകൂടി ഓടിയിറങ്ങുകയല്ല അവർ ചെയ്യുന്നത്. ഒന്നാമതായി ഫസാദഹും ഈമാനാ, വിശ്വാസം വർദ്ധിക്കണം അവർക്ക്. എന്നിട്ടെന്താ പറയുന്നത്? എന്നിട്ടെന്താ അവർ പ്രഖ്യാപിക്കുന്നത്? വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹുവാണ് പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്നവർ പ്രഖ്യാപിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട തഫ്സീറുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിലെറിയപ്പെട്ടപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇവിടെ ഈ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതാണ് പറയുന്നത്. ചിലർക്ക് ആലോചിക്കും, അത് ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അള്ളാഹിനോട് പറഞ്ഞാൽ മതിയോ? അള്ളാഹിനോട് പറഞ്ഞാൽ രക്ഷപ്പെടുമോ? അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പക്ഷികൾ അവ രാവിലെ വീട് വിട്ട് കൂട് വിട്ട് പുറത്തേക്ക് പോകുന്നു, വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചു വരുന്നു, കൂട് വിട്ട് പുറത്തു പോകണം. ഈ രാജ്യത്തിന്റെ നിയമവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും
ഈ രാജ്യത്തെ നിയമ സംവിധാനവും അംഗീകരിക്കുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് നടത്താം. അത് നടത്തേണ്ടതില്ലെന്നോ അത് പറയേണ്ടതില്ല എന്നോ അല്ല പറയുന്നത്. മറിച്ച് പേടിയുടെ ഒരംശവും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മെ ഒരാൾ തല്ലാൻ വരുന്നു, നമുക്ക് രണ്ടു തരത്തിൽ അയാളുടെ മുമ്പിൽ നിൽക്കാം. ഒന്ന് പേടിയോടെ നിൽക്കാം, രണ്ടാമത്തേത് ധൈര്യത്തോടു കൂടി നിൽക്കാം. അത് എതിരാളിക്ക് വേഗം മനസ്സിലാകും. നമ്മൾ പേടിയോടെയാണ് നിൽക്കുന്നതെങ്കിൽ അവരൊരടി മുന്നോട്ട് വെക്കും. ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ എതിരാളികൾ മനസ്സിലാക്കുന്നു, ഭരണകൂടം മനസ്സിലാക്കുന്നു, പേടിയാണ് നമ്മുടെ മനസ്സുകളിൽ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്താലും ഈ നിയമം പിൻവലിക്കാൻ ഞങ്ങൾ പോകുന്നില്ല എന്ന ധാർഷ്ട്യം ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ പേടി മാറി സ്ഥൈര്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നു നോക്കൂ. എതിരാളികൾ പതർന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ സ്ഥൈര്യമാണ് ഉണ്ടായിരുന്നത്. നിമ്രൂദ് ഒരുക്കിയ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് എന്റെ റബ്ബ് മതി, ആ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പിന്നാലെ വരുന്ന ഫിറഔനിന്റെ സംഘത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും എന്ന വിശ്വാസം, ആ വിശ്വാസദാർഢ്യം, അതാ വിശ്വാസികളുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഭയമല്ല, പേടിയല്ല, ആ റബ്ബിൽ സമർപ്പിക്കാൻ കഴിയണം. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹ് വിചാരിച്ചാലല്ലാതെ, അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ, അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ ധൈര്യമുണ്ടാകും. നമ്മളുടെ പ്രതിഷേധങ്ങൾ നമ്മെ അതിക്രമിക്കാൻ വരുന്ന ആളുകളെ ഭയപ്പെടുത്തും. അതല്ല, പേടിയാണ്. പഠിച്ചോനെ, ഈ പറമ്പും ഈ കച്ചവടവും ഇതൊക്കെ വിട്ടുവിടുന്ന് പോണ്ടി വരുമല്ലോ, അല്ലാ ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക്, തടങ്കൽ പാളയത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന ബേജാറോട് കൂടിയാണ്, എന്ന പേടിയോട് കൂടിയാണ് സമരരംഗത്ത് ഇറങ്ങുന്നതെങ്കിൽ ഇല്ല, ഒരിക്കലും ഒരാളും നമ്മുടെ പ്രക്ഷോഭത്തെ ഭയപ്പെടില്ല. ഒരാളും ഭയപ്പെടില്ല. ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയണം. ആ ധൈര്യമാണ് ഈ ലോകത്തെ വിറപ്പിച്ചത്. ആയുധങ്ങളുടെ കരുത്തല്ല, ബഹളങ്ങളല്ല. നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് നമ്മളുടെയൊക്കെ അനുഭവത്തിൽ ഈ ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടി കടന്നു വന്ന ആളുകളായിരുന്നല്ലോ ISIS-ന്റെ ആളുകൾ, അല്ലേ? ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നു ദായിഷ്. ഈ ISIS അബൂബക്കർ അൽ ബഗ്ദാദി എന്ന ആ കാലം വരെ ലോകത്തിന്റെ ചിത്രത്തിൽ എവിടെയും ഇല്ലാതിരുന്ന, ആരുടെ ഉൽപ്പന്നമാണെന്ന് ആർക്കും അറിയാതിരുന്ന ഒരു മനുഷ്യനെ ഖലീഫയാക്കി പ്രഖ്യാപിക്കുവാനും ആ മനുഷ്യന്റെ പിന്നിൽ അണിനിരക്കുവാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്നു. സിറിയയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമൊക്കെ. ഖിലാഫത്തായിരുന്നു സ്വപ്നം. ഇസ്ലാമിക ഭരണമുണ്ടാക്കണം എന്നതായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തോടുകൂടി എല്ലാ ആയുധങ്ങളും ഒരു കൂട്ടിയവർ. നമുക്കറിയാം ആരാണ് അവർക്ക് ആയുധം നൽകിയത്. മുസ്ലിം ഭരണാധികാരികളായിരുന്നില്ല. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരി ISIS-ന് പിന്തുണ നൽകിയിട്ടില്ല. ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ദായിഷിന്, ISIS-ന് സൈദ്ധാന്തികമായ പിൻബലം നൽകിയിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും അവരെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ സംഘടിച്ചു വന്ന ആളുകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയുമോ? ഖലീജ് ടൈംസിന്റെ മാധ്യമപ്രവർത്തകയായ ഒരു മലയാളിയുണ്ട്, അഞ്ജന ശങ്കർ എന്നാണ് അവരുടെ പേര്. കഴിഞ്ഞ ദിവസം അവർ കേരളം സന്ദർശിച്ചിരുന്നു, കേരളത്തിൽ വന്നിരുന്നു. കഴിഞ്ഞ വർഷാവസാനം അവർ സിറിയയിൽ പോയതിനു ശേഷം തയ്യാറാക്കിയ വാർത്തയുണ്ട്. സിറിയയിലെ ജയിലുകളിൽ കണ്ട വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന കാഴ്ച.
നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ലോകത്തെ കീഴടക്കുവാനും ലോകം പിടിച്ചടക്കുവാനും ലോകത്തെങ്ങും ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുവാനും വ്യാമോഹിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾ നമ്മൾ കണ്ടതായിരുന്നല്ലോ. കറുത്ത കൊടിയിൽ വെളുത്ത മഷി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യം മുഴക്കി മരുഭൂമികളിലൂടെ ആധുനിക യുദ്ധവാഹനങ്ങളിൽ ആർത്തട്ടഹസിച്ച് പാഞ്ഞുപോയിരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ ഇന്ന് സിറിയയിലെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ സിറിയയിലെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ ജയിലുകളുടെ പ്രത്യേകത എന്നറിയുമോ? ചെറിയ ഈ മദ്രസ ഹാള് പോലെയുള്ള ചെറിയ റൂമുകളിൽ നൂറുകണക്കിന് ആളുകളെ മത്സ്യം അട്ടിയിട്ടതുപോലെ അട്ടിയിട്ടിരിക്കുകയാണ്. കനത്ത വാതിലുകൾ, അതിശക്തമായ സെക്യൂരിറ്റി, വാതിലുകൾക്ക് മുകളിൽ ചെറിയ ചില ദ്വാരങ്ങൾ, ഒരു പാത്രം പോകാൻ മാത്രമുള്ളത്. ആ പാത്രത്തിലൂടെ 3 നേരം നൽകുന്ന വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണവർ. ഒന്ന് നീങ്ങിക്കിടക്കാൻ പോലും ഇടമില്ലാത്ത ആ അറകളിലാണ് അവർ ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് വസ്ത്രവും പുതക്കാൻ ഒരു ബ്ലാങ്കറ്റും മാത്രം, ടോയ്ലറ്റുകൾ അതിനുള്ളിലാണ്. ഒരു കാര്യത്തിനും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ മാസങ്ങളോളമായി നരകിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ. അവിടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ, സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സഹായം എന്തുകൊണ്ട് ഇത്തരം ആളുകൾക്കുണ്ടായില്ല എന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനം ഇസ്ലാമിനെതിരായിരുന്നു, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നതുകൊണ്ടാണ്. ഈ ജീവച്ഛവങ്ങളായി കിടക്കുന്ന ആളുകളെ പോലും അവിടെയുള്ള കുർദിഷ് പട്ടാളക്കാർ പേടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോഴും മുഖം മൂടിയിട്ടിട്ടാണ് അവിടെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത്. എന്തിനാണ് നിങ്ങൾ മുഖം മൂടി ധരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ഞങ്ങളെ തിരിച്ചറിയാതിരിക്കാനാണ് എന്നാണ്. നേർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആളുകൾ. അവരുണ്ടാക്കിയ കലാപങ്ങളുടെ ചരിത്രമൊക്കെ വേറെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ തരത്തിൽ തീവ്രവാദത്തിന്, ഭീകരവാദത്തിന് സംഭവിച്ച ഈ ദുരന്തം നമ്മൾ കാണുന്നു നമ്മളുടെ മുമ്പിൽ. ആ കൂട്ടത്തിൽ അവരൊരു ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നുണ്ട്. ബെൽജിയത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്, അബ്ദുള്ള നോമാൻ എന്ന പേരിൽ. അയാള് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ എത്തിപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഞാൻ എവിടെ നിന്നൊക്കെയോ ചില വീഡിയോകൾ കണ്ടു. അതാണ്. ആരാണ് പറഞ്ഞതെന്നറിയാത്ത, ആരാണ് പഠിപ്പിക്കുന്നതെന്നറിയാത്ത, ആരാണ് ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്നറിയാത്ത സന്ദേശങ്ങളുടെ പിന്നാലെ പോയി. അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ? ഒരു വിശ്വാസി എന്ന നിലയിൽ ഇത് ചെയ്യാൻ മതം എന്നെ അനുവദിക്കുന്നുവോ എന്ന് പരിശോധിച്ചില്ല. നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ആളുകളെ ഭിന്നിപ്പിക്കുവാനും സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുവാനും ഈ ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തിനിടയിൽ നിന്ന് ആരെയെങ്കിലും ഇതിനോട് അല്പമെങ്കിലും യോജിപ്പുള്ള ആളുകളെ ഭിന്നിപ്പിക്കുവാനും ശ്രമിക്കുക ഇത്തരം സന്ദേശങ്ങളിലൂടെയാണ്. ആ സന്ദേശങ്ങൾ എവിടെ നിന്നെന്ന് പരിശോധിക്കണം. ലഭിക്കുന്ന സന്ദേശങ്ങൾ എവിടെ നിന്നെന്നറിയണം. അബ്ദുള്ള നോമാൻ പറയുന്നു, ഞാൻ ചില വീഡിയോകൾ കണ്ടു, അതിൽ പ്രചോദിതനായാണ് ഞാൻ സിറിയയിലേക്ക് എത്തുന്നത്. അങ്ങനെ സിറിയയിലെ പോരാട്ട ഭൂമികളിൽ കറങ്ങി നടന്നു. അഞ്ജന ശങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഈ ആദർശത്തിൽ വിശ്വസിക്കുന്നുവോ? അയാൾ പറയുന്നു, ഇല്ല, ഇത് ഇസ്ലാമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇത് ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു, എനിക്കിതിനോട് യാതൊരു യോജിപ്പുമില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ചെയ്തികൾ, ISISന്റെ നേതൃത്വവും അവിടെ ഭരണമുണ്ടാക്കിയ ആളുകളും അവരുടെ ചെയ്തികൾ
മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുകൂടി അബ്ദുല്ലാ നുഅ്മാൻ പറയുന്നു. അവിടെ നടന്ന പീഡനങ്ങൾ, ഒപ്പമുള്ള ആളുകളെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളെ എങ്ങനെയൊക്കെയാണ് ISIS ഭരണകൂടം കൈകാര്യം ചെയ്തത് എന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകൾ എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇല്ല, എനിക്ക് ഈ ആശയത്തോട് ഇനി ഒരു യോജിപ്പുമില്ല. എനിക്ക് തിരിച്ചു പോകണം. സിറിയയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു ഹോളണ്ടുകാരിയെ അയാൾ കല്യാണം കഴിക്കുന്നത്. അല്ല, പറയാൻ എനിക്ക് 2 മക്കളുണ്ട്, സക്കരിയയും മുഹമ്മദും. പക്ഷേ 10 മാസമായി എന്റെ ഭാര്യ എവിടെയെന്ന് എനിക്കറിയില്ല, എന്റെ മക്കൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഇവിടെ സ്ത്രീകളെ അടിമകളാക്കി വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. എവിടെയാണ് എന്റെ ഭാര്യ എന്ന് എനിക്കറിയില്ല, എവിടെയാണ് എന്റെ മക്കളെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, അത് ചൈനയിലായാലും ലോകത്തിന്റെ മറ്റേത് ഭാഗത്തായാലും എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ബാക്കിയുള്ള കാലം ഒന്ന് ജീവിക്കണം എന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്നാണ് അബ്ദുല്ലാ നുഅ്മാൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തെ ഇസ്ലാമിക ഭരണമാക്കി തീർക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ പ്രസംഗങ്ങൾ കേട്ട് പലായനം ചെയ്ത ആളുകൾക്ക് സംഭവിച്ച ദുരന്തമാണിത്. വിശ്വാസികളുടെ സമൂഹത്തിന് ഇതുണ്ടാകാൻ പാടില്ല. വിശ്വാസികളുടെ സമൂഹം ഈ ഭൗതികമായ ഇത്തരം കാര്യങ്ങളിലല്ല പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശത്രുവിനെയും അവർ ഭയപ്പെടുന്നില്ല. നോക്കൂ, അള്ളാഹു പറഞ്ഞു, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, വാൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാ ഉന്നതന്മാര്. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ആരാ പറയുന്നത്? സർവലോക രക്ഷിതാവായ അള്ളാഹു പറയുന്നു, അൻതുമുൽ അഅലൗൻ. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയും ആ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ആഭ്യന്തരമന്ത്രിയും ഈ രാജ്യത്ത് നിങ്ങൾക്ക് പൗരത്വം തരില്ലെന്നും നിങ്ങൾ ഇവിടെ 2ാം കിടക്കാരായി ജീവിക്കണമെന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ ഭയപ്പെടേണ്ടവനാണോ മുസ്ലിം? അതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടവനാണോ മുസ്ലിം? നിങ്ങളറിയോ, എന്റെ സ്കൂളിന്റെ പരിസര പ്രദേശത്തുള്ള പല LP സ്കൂളുകളിലും, ആ LP സ്കൂളുകളിൽ പലതും 70, 80, 100 കൊല്ലം പഴക്കമുള്ള സ്കൂളുകളാണ്. ആ സ്കൂളുകളിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് തേടി വന്നുകൊണ്ടിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. തെരുവുകളിൽ പോയി ആസാദി മുഴക്കി, ഞങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് മുദ്രാവാക്യം മുഴക്കി, പിറ്റേന്ന് രാവിലെ വെണ്ടറുടെ അടുത്ത് പോയി 10 രൂപയുടെ മുദ്രപത്രം വാങ്ങി, 5 രൂപയുടെ റവൻ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങി അപേക്ഷ എഴുതി സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് സമർപ്പിക്കാൻ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിച്ചിരുന്നു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. എന്തിനാ ഇത്? ഇന്നലെ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം എന്താ? പൗരത്വത്തിന്റെ ഒരു കടലാസ് ഉങ്ങൾക്കാർക്കും തരൂല. പിന്നെ എന്തിനാ ഇത് വാങ്ങി വെക്കുന്നത്? അതാ പേടി എന്ന് പറയുന്നത്. പൂർവികന്മാരായ ആളുകൾക്ക് സ്വത്തുണ്ടായിരുന്നെങ്കിൽ, പാരമ്പര്യമായി സമ്പത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തഹസിൽദാർ ഓഫീസിലും കലക്ടറേറ്റിലും അടിയാധാരങ്ങൾ പരതി ഇറങ്ങിയിരിക്കുന്നു. ആസാദി കോർണറിൽ വന്നിട്ട്, ഷാഹിൻബാഗിന്റെ പ്രതീകാത്മക സദസ്സിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കാൻ എളുപ്പമാണ്. അതിനപ്പുറം ഇത് ചെയ്യാനുള്ള കാരണമോ? അതാ പേടി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഭരണാധികാരിയും പൗരത്വം തന്നില്ലെങ്കിലും ഇനി ഈ രാജ്യത്തെ, ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പൗരത്വം തന്നു എന്ന് വിചാരിക്കുക. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും പൗരത്വം തന്നു, നേപ്പാളും പൗരത്വം തന്നു, ഭൂട്ടാനും പൗരത്വം തന്നു, ബർമയും പൗരത്വം തന്നു, ശ്രീലങ്കയും പൗരത്വം തന്നു, ഗൾഫ് രാജ്യങ്ങളും പൗരത്വം തന്നു. ഒരു നിമിഷം കൂടുതൽ ജീവിക്കുമോ ഈ ലോകത്ത്? ഇല്ല. പൗരത്വം തരാത്തതിന്റെ പേരിൽ അള്ളാഹു നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ ഇവിടെ നിന്ന് നമ്മെ കൊന്നു തള്ളുവാൻ കഴിയുമോ ഏതെങ്കിലും ഭരണകൂടത്തിന്? ആ റബ്ബ പറയുന്നത്, ഒരു പൗരത്വവും എന്തും നിങ്ങൾക്ക് ആര് നിഷേധിച്ചാലും അൻതുമുൽ അഅലൗൻ, നിങ്ങളാ ഉന്നതന്മാർ.
ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നമ്മൾ അധമരാണ് എന്ന് നമുക്ക് തോന്നുന്നതിന്റെ ഉത്തരം നമ്മൾ വിശ്വാസികളായിട്ടില്ല എന്നാണ്. എന്തുകൊണ്ട്? പൂർവിക പ്രവാചകന്മാർ പറഞ്ഞതുപോലെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ പറയാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ വിശ്വാസത്തിന്റെ കരുത്ത് നമ്മൾ നേടിയിട്ടില്ല എന്നതാണ്. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിശ്വാസികളായതുകൊണ്ട് ഒരിക്കലും പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല. നമ്മൾ ചോദിക്കുക, നമുക്കെന്തൊരു പരീക്ഷണാണ് നമ്മൾ മുസ്ലിങ്ങളായി പോയതിന്റെ പേരിൽ. അറിയുമോ പ്രവാചകന്മാരുടെ ചരിത്രം? ജീവനോടുകൂടി ഈർച്ചവാളുകൾ കൊണ്ട് ഈർന്നു മുറിക്കപ്പെട്ട പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ വാർത്തെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ അനുയായികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഇടയിലായി ഈ പൗരത്വമൊക്കെ. ആ ആളുകൾ ഭയപ്പെട്ടിട്ടില്ല. ആ ആളുകൾ അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചു. നമുക്കത് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു തമാശ വന്നല്ലോ, കോടതി വിധി. ഇപ്പൊ കോടതി വിധി വന്നു, 4 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് വന്നപ്പോ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റർ ഉണ്ട്. തമാശയാണെങ്കിൽ പോലും അത് ഈ സമുദായത്തിന്റെ ഒരു ചിത്രമാണ്. എന്തായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്? 4 ആഴ്ചത്തേക്ക് കൂടി സുബഹി നിസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു എന്നാണ്. പൗരത്വം വന്നപ്പോഴാ സുബഹിക്ക് പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. അത് നിർത്താനായിട്ടില്ല. 4 ആഴ്ച കൂടി എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. അതിന്റെ അപ്പുറത്ത് പോയില്ലേ അല്ലേ? ഈ പൗരത്വ വിധി, ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? നാരിയത്ത് സലാത്ത് ചൊല്ലിയാ മതി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, അല്ലാഹു പറഞ്ഞത് അതാ. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നാരിയത്ത് സലാത്ത് ചൊല്ലിയാണോ അല്ലാഹുവിനെ സഹായിക്കേണ്ടത്? ശിർക്കിന്റെ വചനങ്ങൾ പറഞ്ഞ് ശിർക്കിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അങ്ങനെയല്ല അല്ലാഹുവിനെ സഹായിക്കേണ്ടത്. ഉറച്ച വിശ്വാസവുമായി ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെട്ട് ആ ഖുർആനിന്റെ ആശയങ്ങളിൽ ശരീരത്തെയും മനസ്സിനെയും ജ്വലിപ്പിച്ച് ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങളെ സഹായിക്കും. സഹായിച്ചതിന് എമ്പാടും ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രത്തിലുണ്ട്, പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ ചരിത്രത്തിലുണ്ട്, പീഡിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹങ്ങളുടെ ചരിത്രത്തിലുണ്ട്. ആ ചരിത്രമാണ് നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്. ആ ചരിത്രമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയുസബ്ബിതു അഖ്ദാമക്കും. ഏത് ഭരണകൂടം, ഏത് ഭീകര നിയമങ്ങളുമായി നിങ്ങൾക്കെതിരെ വന്നാലും മുന്നോട്ട് വെച്ച കാലടി പോലും പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ഉറച്ച പാദങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം അതാണ്. നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രമാത്രം പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണിത്. ഈ സമൂഹത്തോട് നമ്മൾ പറഞ്ഞതാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായി തീരുക. അങ്ങനെയാണെങ്കിലോ നേരത്തെ പറഞ്ഞതാണല്ലോ, അത് അല്ലാഹു പറഞ്ഞതാണല്ലോ, വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കും. പരീക്ഷിക്കാൻ സാധ്യത ഉണ്ടെന്നൊന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും അറബി ഭാഷ പഠിച്ച ആളുകളാണ്. വലനബലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ആൾനട്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവനട്ടം കൊണ്ട് പരീക്ഷിക്കും, ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്, ദുരിതം. ഇവിടെ നിന്ന് ഇത് പറയുമ്പോ പൗരത്വ നിയമത്തെക്കാളേറെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അല്പമപ്പുറത്തുള്ള കവളപ്പാറയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നോക്കൂ, അല്ലാഹു പറഞ്ഞ ഈ എല്ലാ പരീക്ഷണങ്ങളും അന്ന് നമ്മളുടെ മനസ്സിൽ വന്നില്ലേ? പേടിച്ചില്ലേ നമ്മൾ? പാതാറിലും കവളപ്പാറയിലും വെള്ളമൊഴുകിപ്പോയപ്പോ
ആ കൂട്ടത്തിൽ മനുഷ്യ ശരീരങ്ങൾ ഒഴുകിപ്പോയപ്പോ, മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയപ്പോ പേടിച്ചില്ലേ നമ്മൾ? ഖൗഫ് വന്നില്ലേ? ജൂഴ് വന്നില്ലേ? തലേന്ന് രാത്രി ഒരു കറി, ചോറിന് ഒരു കറിയായി പോയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ മീനില്ലാതായി പോയതിന്റെ പേരിൽ ഭാര്യയോട് ഉമ്മയോട് ദേഷ്യം പിടിച്ച് ഇതേ ഉള്ളൂ തിന്നാൻ എന്ന് ചോദിച്ച് പാത്രം തട്ടിമാറ്റി എഴുന്നേറ്റ് പോയവൻ പിറ്റേന്ന് കേരളത്തിന്റെ ഏതോ മുക്കുമൂലയിൽ നിന്ന് ആരൊക്കെയോ പിരിവെടുത്ത് കൊടുത്തയക്കുന്ന ബ്രെഡിന്റെയും ബണ്ണിന്റെയും റസ്കിന്റെയും പാക്കറ്റിന് വേണ്ടി കാത്തുനിന്നില്ലേ? കാർഷിക നഷ്ടമുണ്ടായല്ലോ, വിഭവ നഷ്ടമുണ്ടായല്ലോ, ആൾ നഷ്ടമുണ്ടായല്ലോ. ഈ സമയത്ത് എന്ത് ചെയ്യണം? വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് സന്തോഷ വാർത്ത. ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് സന്തോഷ വാർത്ത. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഒരു മുസീബത്ത് ഉണ്ടായാൽ, ഈ ഏത് മുസീബത്ത് ഉണ്ടായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കുന്നവരാവര്. നമ്മൾ ആസാദി മുഴക്കിയിട്ടുണ്ട് അല്ലേ? ഈണത്തിൽ ആസാദി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാം. ഈണത്തിൽ സ്വാതന്ത്ര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാം. ഈണത്തിൽ ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാം. പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? മുസീബത്ത് ഉണ്ടാവുമ്പോ അത് പറയുന്നവൻ, അത് തന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവൻ, അവനാണ് വിജയം എന്നാ അള്ളാഹ് പറഞ്ഞത്. അവനാ സന്തോഷ വാർത്ത എന്നാ പറഞ്ഞത്. എല്ലാ മുദ്രാവാക്യങ്ങളെക്കാളും മഹത്തരമായ മുദ്രാവാക്യം അതാണ്. ആ മുദ്രാവാക്യം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ആ മുദ്രാവാക്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഇന്നാലില്ല, അള്ളാഹ്ക്കുള്ളവരാ ഞങ്ങള്, അള്ളാഹ്ക്കുള്ളവരാ ഞങ്ങള്. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ എന്ന് പറഞ്ഞ അതാണ്. ആ അള്ളാഹ് വിചാരിച്ചത് ഇവിടെ നടക്കൂ. അമിത്ഷായല്ല 1000 അമിത്ഷാമാര് വന്നാലും, മോഡിയല്ല 1000 മോഡിമാര് വന്നാലും, ഈ രാജ്യത്തെ മുഴുവൻ പട്ടാളവും മുഴുവൻ മിലിറ്ററിയും അതോടൊപ്പമുള്ള മുഴുവൻ ഘടകങ്ങളും ഒന്നിച്ചു വന്നാലും അള്ളാഹ് വിചാരിച്ചതേ നടക്കുള്ളൂ. ഇന്നാലില്ല, ആ അള്ളാന്റെ ആളുകളാ ഞങ്ങള്. അത് പറയാൻ കഴിയണം. അതിനാദ്യം അള്ളാന്റെ ആളുകളായി തീരണം. ഇന്നാലില്ല. ആ അള്ളാഹുവിന്റെ ആളുകൾക്കുണ്ടായ പരീക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്മാർക്കുണ്ടായ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, അതുണ്ടാകും എനിക്ക്, ഞാൻ അള്ളാഹുവിന്റെ ആളാണെങ്കിൽ. എന്നാൽ പരിഹരിക്കാനും മാർഗങ്ങളുണ്ട്. പക്ഷേ ആ പരിഹാരമല്ല പരിഹാരം. ആ പരിഹാരത്തിന്റെ പട്ടിണിയുണ്ടോ? പരിഹരിക്കാൻ മാർഗമുണ്ട്. അന്യന്റെ മുതലെടുത്ത് തിന്നാൽ പട്ടിണി മാറും. വീട്ടിൽ പട്ടിണി കിടക്കുന്ന ഭാര്യക്ക്, മക്കൾക്ക് പണം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ഈ മഞ്ചേരി പോയിട്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു പാക്കറ്റ്, ഇനി അല്ലെങ്കിൽ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് പാൻസിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലിടാവുന്ന അല്ലെങ്കിൽ അരയിൽ കെട്ടിവെക്കാവുന്ന ഒരു 10 പാക്കറ്റ് മയക്കുമരുന്ന് മഞ്ചേരിയിൽ എത്തിച്ചു കൊടുത്താൽ മക്കളെ പട്ടിണി മാറ്റും. ഒരാഴ്ചയായി സുഖമായിട്ട് മക്കൾക്ക് കഴിയാം. പക്ഷേ വ ഇന്നാ ഇലൈഹി റാജിഊൻ, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏത് പരിഹാരങ്ങൾ തേടുമ്പോഴും അടിവരയിട്ട് മനസ്സിലാക്കുക, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാന്റെ അരികിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ആ അള്ളാന്റെ സഹായം ലഭിക്കേണ്ടവരാണ്. അത് ലഭിക്കാനുള്ള കരുത്ത്, അത് ലഭിക്കാനുള്ള പ്രവർത്തന മാതൃക, അതായിരിക്കട്ടെ നമ്മുടെ മുഖമുദ്ര. അപ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയുള്ളൂ. ആ സഹായത്തിന് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.